ഇപ്പോൾ പണ്ടത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് ഒരു ഫിലിം ഹിറ്റാവുന്നത് ചിലപ്പോൾ ഒരു 300 ദിവസം ഓടുമ്പോഴായിരിക്കാം. ഇപ്പോൾ ഈ പറയുന്ന ഒരു 15 ദിവസം 20 ദിവസം ഫിലിം ഓടിക്കഴിഞ്ഞാൽ അത് ഹിറ്റായി. പക്ഷേ നേരെ മറിച്ച് കാശ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടില്ല എനിക്ക്. പക്ഷേ പൊതുവേ സാറ്റലൈറ്റിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. സോ ഐ തിങ്ക് എല്ലാവരും ചെയ്യുന്നത് തെറ്റാണ്. നല്ല സിനിമയാണെങ്കിൽ അത് കാണട്ടെ, ആൾക്കാർ പ്രേക്ഷകർ കാണട്ടെ, കുറച്ച് ടൈം കൊടുക്കണം. അതും എല്ലാവരും ഇപ്പം മത്സര ബുദ്ധിയാണ് എല്ലാവർക്കും. അപ്പോൾ ഇതാണ് ബെസ്റ്റ് എന്നുള്ള. സോ ഐ തിങ്ക് ആൾക്കാരാണ് ചോയ്സ് എടുക്കേണ്ടത്. പിന്നെ പൊളിറ്റിക്കൽ കളി എല്ലായിടത്തും ഉണ്ടാവും. സോ ബീറ്റ് ഫിലിം എനിത്തിങ് ബേസിക്കായിട്ട് പാഷനേറ്റ് അല്ലാത്ത ആൾക്കാർ വരുമ്പോഴാണ് ഈ പ്രശ്നം. പാഷനാണ് ഇപ്പോൾ ഒരാൾ നല്ല സ്ക്രിപ്റ്റ് ഉണ്ട്, ആൾക്ക് ആ ഫിലിം പുറത്തേക്ക് ഇറക്കണം, അത് എങ്ങനെയെങ്കിലും ഇറക്കണം. അതിപ്പോൾ സാറ്റലൈറ്റ് കണ്ടിട്ടില്ല. അപ്പോൾ അവിടുന്ന് വരുന്ന ഓരോ പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ കാശ്. അത് മെയിൻ തിങ്. കാരണം എല്ലാ ആർട്ടിസ്റ്റിനും പേ ചെയ്യണം എല്ലാം. സോ അങ്ങനെ സാറ്റലൈറ്റ് നോക്കിയിട്ട് സാറ്റലൈറ്റ് ഇപ്പോൾ ഇല്ലാത്ത കാരണം തന്നെ ഇങ്ങനത്തെ കുറേ ഫിലിംസ് ചെയ്തുകൊണ്ടാണ്. അതായത് ചുമ്മാ ആൾക്കാർ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ഒരു പടം ഉണ്ടാക്കി അത് തൊലഞ്ഞു പോയി. പിന്നെ ബാക്കി വരുന്ന ആൾക്കാർക്ക് നല്ല സിനിമ എടുക്കുന്ന ആൾക്കാർക്കും പ്രശ്നമാണ്. സോ ഇതിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് 2 sides ഓഫ് എ കോയിൻ. മറ്റേ ഇറ്റ്സ് ലൈക്ക് ഒരു സൈഡിൽ ഇറ്റ്സ് ഗുഡ്, വൺ സൈഡ് ഇറ്റ്സ് ബാഡ്. സോ ഐ തിങ്ക് ഞെട്ടി ആഷിഖേട്ടൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ആഷിഖേട്ടൻ 22 ഫീമെയിലിൻ്റെ ഷൂട്ടിന് സമയത്താണ് വിളിച്ചത്. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ? കാരണം ആഷിഖേട്ടൻ നേരത്തെ അറിയാം സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ട്രാക്ക് റീമിക്സ് ചെയ്യാൻ വേണ്ടി ആഷിഖേട്ടൻ തന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല അത് വേണ്ട, ഞാൻ ചെയ്യില്ല. സിനിമയുടെ പേര് ഡാത്തടിയാന്നാണ്. തടിയുള്ള ഒരു ഒബീസായ ഒരു മനുഷ്യൻ്റെ ഒരു കഥയാണ്. അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ കേട്ടപ്പോൾ തന്നെ ഞെട്ടി. പിന്നെ അമ്മയാണ് പറഞ്ഞത്, നീ ഇങ്ങനെ ചെയ്യരുത്, ആഷിഖേട്ടനെ തിരിച്ചു വിളിച്ചിട്ട് പറയണം, ചെയ്യണം. കാരണം എത്രയോ പേര് ബുദ്ധിമുട്ടുണ്ടെന്നറിയോ ഒന്ന് തല കാണിക്കാൻ സിനിമയിൽ. നീ അഹങ്കാരി ആവരുന്ന് എൻ്റെ അമ്മേനോട് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇല്ല ഉറപ്പായിട്ടും ഇല്ല ചെയ്യണം എന്നുള്ള തീരുമാനിച്ചത് ഞാൻ ചെയ്തത്. ഡാത്തടിയാവുന്ന ഫിലിം അങ്ങനെ ഒരു എക്സാമ്പിൾ ആവാൻ പറ്റിയത് ഒരു സന്തോഷമുണ്ട്. അതായത് ഇങ്ങനെ എല്ലാവർക്കും തടിയുള്ളവർക്ക്, കാരണം പൊതുവെ തടിയുള്ള ആൾക്കാർ ഭയങ്കര ഷൈയാണ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എക്സ്കർഷനൊക്കെ പോവുകയാണെങ്കിൽ ലാസ്റ്റ് റോയിൽ പോയിരിക്കുക ബസ്സിൻ്റെ. സ്കൂളിൽ തന്നെയാണെങ്കിൽ ലാസ്റ്റ് റോയിൽ പോയിരിക്കുക. ആദ്യം പെണ്ണുങ്ങളോട് സംസാരിക്കാറില്ല, കാരണം പേടി, അവരെപ്പോഴും കളിയാക്കും. ആണുങ്ങളും നല്ലോണം കളിയാക്കും. കാരണം എന്തെങ്കിലും ഗെയിം കളിക്കാൻ പോകുമ്പോഴത്തേക്കും അവർ പറയുമ്പോൾ നീ വേണ്ട, കാരണം നീ തടിയനായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെല്ലാൻ പറ്റില്ല. പിന്നെ ഗോളിയാക്കല പരിപാടി, ഗോളിയും വിക്കറ്റ് കീപ്പറും ആക്കലാണ് മെയിൻ പരിപാടി. അപ്പോൾ അങ്ങനെയൊക്കെ പൊതുവേ വന്ന ഒരു ഫീലിംഗ് ഉണ്ട് ഉള്ളിൽ. പിന്നെ അത് ബ്രേക്ക് ചെയ്താണ് ഞാനിപ്പോൾ ഡി ജെയിങ്ങിലോട്ട് ഇറങ്ങിയത്. കാരണം ഡി ജെയിങ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ആ ക്രൗഡിന് അത്രയും, കാരണം ഇത്രയും 500 പേരായാലും 1000 പേരായാലും 1000 പേരും നമ്മുടെ കയ്യിലാണ്. അത് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഡി ജെയിങ് ചെയ്യണത്. കാരണം പാഷനാണ് ബേസിക്കലി. പക്ഷേ ഇത് ഇത്രയും ഒരു കൺട്രോൾ നമുക്ക് കിട്ടും എന്നറിയുമ്പോൾ ഉള്ളൊരു നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നൊരു ഇറ്റ്സ് ബേസിക്കലി ഈഗോ. കാരണം ഞാൻ മനുഷ്യനാണ്, എൻ്റെ ഉള്ളിൽ ഈഗോ ഉണ്ട് ഉറപ്പായിട്ടും, അല്ലെങ്കിൽ ഞാൻ സന്യാസിയാവും. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട്. അതായത് ഇത്രയും പേരെ ഞാൻ കൺട്രോൾ ചെയ്യേണ്ടത്, ഓക്കെ ഇത് ഓക്കെ ആയി എന്നുള്ളൊരു സംഭവം. സോ പൊതുവേ അത് ആദ്യം നിന്നൊക്കെ ആ ഷെല്ലിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്ത ആൾക്കാർക്ക് മുമ്പിലേക്ക് വരാൻ പറ്റുമെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഡി ജെയിങ് പണ്ട് ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 17 ഇയേഴ്സിന് മേലെയായി ഡി ജെയിങ്. അന്നും ഈ പറഞ്ഞ പോലെ ചെറിയ ക്ലബ്സ്, പിന്നെ ഞങ്ങൾ വലിയ പാർട്ടീസൊക്കെ നടത്തും. ഇങ്ങനത്തെ കൺവെൻഷൻ സെൻറ്ററിലൊക്കെ വലിയ ഹാൾസിലൊക്കെ നടത്താറുണ്ട്. അത് ബക്കാഡി ബ്ലാസ്റ്റും അങ്ങനെയൊക്കെ പാർട്ടീസൊക്കെ നടത്താറുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് സോ ഇതും അതുമായിട്ട് മിക്സ് ഇല്ല. ഇപ്പം കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം ഷോസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം ഫിലിമിൽ വരുന്നുണ്ട്. പിന്നെ ഉള്ളൊരു ബോണസ് എന്ന് പറയുന്നത് പണ്ട് ഇത്ര ചാർജ് ചെയ്തത് ഇപ്പോൾ കുറച്ചുകൂടി കൂട്ടിയിട്ടില്ല. ഞാൻ ബക്കാഡി ബ്ലാസ്റ്റിനൊക്കെ എനിക്ക് ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റ് വരുമായിരുന്നു. അയർലൻഡും സ്കോട്ട്ലൻഡും നിന്നൊക്കെ ബാക്ക് പൈപ്പേഴ്സും സാക്സഫോണിസ്റ്റും പിന്നെ പെർക്കഷനിസ്റ്റൊക്കെ വരാറുണ്ട് ടർക്കിയിൽ നിന്നൊക്കെ. സോ ഇവരൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും ജാം ചെയ്യാറുണ്ട് ലൈവായിട്ട്. അത് പ്രാക്ടീസ് ഒന്നുമില്ല, ചുമ്മാ ലൈവിൽ അങ്ങ് ചെയ്യും. കാരണം വാട്ട് എവർ കംസ് ആ ഒരു വർക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം അത് ഈ ഓവർ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്കത് കൂടുതൽ താല്പര്യമില്ല. കാരണം ഇംപ്രൊവൈസേഷനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ലൈവിൽ ചെയ്യുമ്പോഴൊരു ഫീല് വേറെ. ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ്, എനിക്കിപ്പോൾ ഒരു DJ പെർഫോം ചെയ്യുന്നുണ്ട്,
തൊട്ടിപ്പുറത്തുനിന്ന് ഒരു ബാൻഡും പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ 2 സ്റ്റേജ് ഉണ്ട്. ഇപ്പോഴത്തെ DJ ബാൻഡ്, ഞാൻ ഉറപ്പായിട്ടും ബാൻഡിലേക്കാണ് പോവുക. കാരണം അതിൻ്റെ സോള് വേറെയാണ്. കാരണം ഇത്രയും ആർട്ടിസ്റ്റ് ഒന്നിച്ച് ചേർന്ന് ലൈവായിട്ട് പെർഫോം ചെയ്യുക, റെക്കോർഡഡ് അല്ല. DJ എന്ന് പറയുമ്പോൾ കുറേയൊക്കെ റെക്കോർഡഡാണ്, റെക്കോർഡഡ് മ്യൂസിക് നമ്മൾ ലൈവായിട്ട് മിക്സ് ചെയ്യുക. സോ അതിൻ്റെ ഒരു സോള് നമുക്ക് എപ്പോഴും ബാൻഡിൽ കിട്ടും. ഐ എം ഓൾവേസ് എ ബാൻഡ് പ്രൊമോട്ടർ. എനിക്ക് എപ്പോഴും ബാൻഡ് എവിടെയെങ്കിലും പെർഫോം ചെയ്യണമെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പോയി കാണണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. കാരണം കുറേ പഠിക്കാനുണ്ട് അവരുടെ അടുത്ത് നിന്ന്. കാരണം ഇത്രയും ആർട്ടിസ്റ്റ് ഇത്രയും പ്രാക്ടീസ് ചെയ്ത്, കാരണം അവിടെ പ്രാക്ടീസ് ആവശ്യമാണ്. ഇത് റെക്കോർഡിൻ്റെ ഒപ്പം പുള്ളിക്കാരൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി കൂടുതൽ, പിന്നെ നമ്മൾ എഫക്ട്സും പരിപാടിയൊക്കെ ഉള്ളൂ. പക്ഷേ ആസ് ഫർ എസ് ബാൻഡ് ഇസ് കൺസേൺഡ്, ഐ എം ഓൾവേസ് അപ്പ് ഫോർ ബാൻഡ്. കൂടുതലും ഫങ്ഷൻസ് ഇപ്പോൾ ഈ അടുത്ത് തന്നെ പപ്പായയിൽ ഞങ്ങൾ ഒരെണ്ണം ചെയ്തായിരുന്നു. അത് ബാസി വോക്കൽസ് ഉണ്ടായിരുന്നു, ബാസിയുടെ അനിയൻ ഗിറ്റാറിലും പിന്നെ ഞാൻ DJയും. അത് ഭയങ്കര ഒരു ഫീലായിരുന്നു. കാരണം എല്ലാവരും പറഞ്ഞു, കാരണം ബെസ്റ്റ് പാർട്ടി ആയിരുന്നു അത് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ വിച്ച് ഇസ് പ്ലാനിങ്. ഇപ്പോൾ ഞാൻ ഷബാസയ്ക്കിനെ ഒന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് സൂഫി എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, സൂഫിയും ഇതും. അപ്പോൾ ഷബാസയ്ക്കയുടെ അടുത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. ഷബാസയ്ക്ക അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട്